എൻ്റെ ഒരു സൈറ്റിൽ കുറച്ച് പ്ലാന്റ്സ് നട്ടിരിക്കുകയാണ്. കുറച്ച് വാഴ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ഇത് ബാംഗ്ലൂർ പപ്പായ, ഇതൊരു അവക്കാഡോ ആണ്. ബ്ലൂം ചെയ്ത് വരുന്നുണ്ട്, പൂക്കൾ കാണുന്നു. ഇതൊരു 5-6 വർഷമായ പഴക്കമുള്ള പ്ലാന്റാണിത്. ഇത് ബാംഗ്ലൂർ പപ്പായാണ്. ഇത് റെഡ് ലേഡി പപ്പായ, ഫ്ലവർ ആയിട്ടില്ല. ഇത് റെഡ് ലേഡി പപ്പായ, ഇത് മറ്റൊരു റെഡ് ലേഡി പപ്പായ. ഇതിൽ ഫ്രൂട്ടായി വരുന്നുണ്ട്. ഇത് ഇതാണ് നമ്മുടെ ബംബിളി മാസ്. ഇത് റെഡ് ബംബിളി മാസാണ്. ഇതൊരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. ഇത് ഡബിൾ ലോങ് ആണ്. ഇതൊരു പോട്ടിൽ വെച്ചിരിക്കുക. ഫേക്ക് പ്ലാന്റ് ടർക്കി റെഡ് ആണ്. ഇതൊരു ഡബിൾ ലോങ്ങനാണ്. ഞാൻ തറയിൽ വെച്ചിരിക്കുക. റെഡ് നെല്ലി പൂത്ത് നിൽപ്പുണ്ട്. N18 റംബൂട്ടാൻ. ഇത് വെച്ചിട്ടൊരു 6 മാസമായിട്ടുള്ളൂ. മുളക് പുലാസൻ്റെ പ്ലാന്റാണ്. ചൂട് കാരണം ഇല കരിഞ്ഞു പോകുന്നുണ്ട്. ഓൾ ടൈം മാംഗോ. റെഡ് ഡയമണ്ട്. ഇത് റെഡ് ഡയമണ്ടാണ്. അടിയുന്നൊരു പ്ലാന്റ്. റെഡ് ഡയമണ്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കുരുമുളക് ചൂട് കാരണം ഇലയെല്ലാം കരിഞ്ഞു പോയി. ഇതും ബ്ലാക്ക് പെപ്പറാണ്, ഡോർഫ് വെറൈറ്റി. സപ്പോട്ട, ബനാന സപ്പോട്ട. വേറെ ബോർഡ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കൈരളിയുടെ മാംഗോ ആണ്. കൈരളി. ഇത് സാത്തക്കുടി അല്ല, ബംബിളി മാസിൻ്റെ ബംബിളി മാസ് പൂത്തിരിക്കുക. ഇത് കപ്പ മാങ്ങയാണ്. ഇത് ഗോവ. ഇതെല്ലാം അലഹബാദ് സഫേദാണ്. ഇതൊക്കെ ഒരു മുല്ല വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ബ്ലൂബെറി എന്ന് പറഞ്ഞ് പറ്റിച്ച് തന്ന മാങ്ങയാണ്. ഒരു പ്ലാന്റാണിത്. ഇത് അലഹബാദ് സഫേദാണ്. വൈറ്റ് ഞാവൽ കഴിച്ചിട്ടുണ്ട്. കുറേ പൂ പൊഴിഞ്ഞു പോയി ഇപ്രാവശ്യം. ചൂട് കൂടിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത വൈറ്റ് ഞാവലാണ്. സീഡ്ലെസ് ഗോവ. ചൈനീസ് ഓറഞ്ച് ബ്ലൂം ചെയ്ത് ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മാംഗോ കളക്ഷനാണ് ഇതൊക്കെ.
കേസർ. കുറച്ച് മാങ്ങകളുടെ പേരൊന്നും അറിയത്തില്ല. എല്ലാത്തിനും ബോർഡ് ഉണ്ടായിരുന്നു, ആരോ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് പെയർ ഫ്രൂട്ടാണ്. ഇത് ലാസ്റ്റ് ഇയർ ഫ്രൂട്ട് കിട്ടിയതാണ്. നാംഡോക് മൈ ഗോൾഡാണിത്. ലങ്കട. ഇത് ബാംഗ്ലൂർ അൽഫോൺസ. ബാദാമി എന്ന് പറയും. കേസർ. ഒരു ഓറഞ്ച് പ്ലാന്റ് ആണ്. ആസ് അവക്കാഡോ. ഇത് ബംബ്ലി മാസാണ്. ഇത് നോർമൽ യെല്ലോ ബംബ്ലി മാസാണ്. ഡൊറിയാൻ മോങ്തോങ് ആണ് തോന്നുന്നത്. ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് ഫിൻസ് അവിടെ നിന്ന് മേടിച്ചത്. അത് മോങ്തോങ് പ്ലാന്റ്. ഇതൊരു ഓറഞ്ചാണ്. ബനാന സപ്പോട്ട. കോട്ടുകോണം. നാരങ്ങ. ഇത് ഇന്ന് വെച്ചൊരു ജാക്ക് ഫ്രൂട്ടാണ്. ഇന്ന് വെച്ച് തീർന്നതുള്ളൂ. ഹോം ഗ്രൗണ്ടാണ്. കംബോഡിയൻ ജാക്ക. ഇത് നല്ല മധുരം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചതാണ്. കേസർ. സീഡ്ലെസ് ലെമൺ. ഇതും സീഡ്ലെസ് ലെമണാണ്. ഇത് നോർമൽ ലെമൺ. ബനാന മാംഗോ. ഇത് ബാംഗ്ലൂർ ഞാവൽ. ബ്ലാക്ക് കളറാണ്. ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റഡ് ആണ്. ഇത് സബ് ട്രോപ്പിക്കലാണ്. നോർമൽ നല്ല ചൂടുണ്ടെങ്കിൽ വളരത്തില്ല. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇത് ഫ്ലവറിങ് ആകത്തില്ല. കേസർ കായ്ച്ചു നിൽപ്പുണ്ട്. അബിയു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. സിന്ധു. മല്ലിക. ഈ മല്ലിക ബ്ലൂം ചെയ്തിട്ടില്ല ഈ വർഷം. ഇതും ബനാന മാംഗോ. അൽഫോൺസോ ബ്ലൂം ചെയ്തിട്ടില്ല. ഇതൊന്നും ബ്ലൂം ചെയ്തിട്ടില്ല. ഇത് ബ്ലൂം ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണത്തിൻ്റെ പേരൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. ഇത് ബനാന മാംഗോ. മല്ലിക. ഈ മല്ലിക നിറച്ച് കായ്ച്ചിട്ടുണ്ട്.
നല്ല പഴക്കമുള്ള ഒരു മാങ്ങയാണ്, ഒരു 5 വർഷമെങ്കിലും പഴക്കമാണ്. ഗ്രോ ബാഗിൽ നിന്നത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് പോട്ടിലാക്കിയത്. നെക്സ്റ്റ് ഇയർ തൊട്ട് കായ്ച്ചു തുടങ്ങി, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. N18 റംബൂട്ടാൻ, ഫോറസ്റ്റ് ഗോവ, ബനാന മാംഗോ, ബ്ലാക്ക് സുറിനാം ചെറി. ഇതിൻ്റെയൊക്കെ പേര് പോയി. ഇതൊരു ഗോവയാണ്. ഇത് പപ്പായ ഗോവ റെഡ്, അൽഫോൺസോ, N18. സോറി, ഇത് കിങ് ആണത്, കിങ് റംബൂട്ടാൻ. R2E2 നല്ല വലുതായിട്ടുണ്ട്. ഇതൊരു ചെറിയ കറിവേപ്പിലയാണ്, ചെറിയ ഇല, ചൈനീസ് കറിവേപ്പിലെന്ന്. വലിയ ഗുണമൊന്നുമില്ല, ക്ലൈമറ്റോട്ട് സെറ്റായി വരുന്നില്ല. ഇല നല്ല ചൂടത്ത് വെച്ച് ഇല ഇങ്ങനെ ഇതുപോലെ ആയി മാറിപ്പോകുന്നു. ഇതുവരെയായിട്ടും വെച്ച സമയം അതുപോലെ തന്നെ നിൽക്കുക, ഒരു ഗ്രോത്തും ഇല്ല. ഇത് പുലാസൻ ചൂട് കാരണം കരിഞ്ഞു പോയി. N18 റംബൂട്ടാൻ, അൽഫോൺസോ, ഇതിൻ്റെ പേര് മറന്നുപോയി. ചൈനീസ് ഗോവയാണിത്. മുരിങ്ങിക്ക, പോട്ട് വെറൈറ്റിയാണ്. ബാംഗ്ലൂർ ഞാവൽ പോട്ടിൽ വെച്ചിരിക്കുക, ബ്ലൂം ചെയ്ത് തുടങ്ങി. നല്ല ഫ്ലഷുള്ളതാണിത്. അബിയു ഒരു പ്ലാന്റ് തറയിൽ വെച്ചിട്ടുണ്ട്. ഹാസ് അവക്കാഡോ, ഇത് ഞാൻ ഫൗണ്ടേഷൻ്റെ പ്രോപ്പർട്ടിയുടെ വെളിയിൽ വെച്ചിരിക്കുക. ഹാസ് അവക്കാഡോ, ഇവിടെ ഒരു ഹാസ് അവക്കാഡോ വെച്ചിട്ടുണ്ട്. ഇത് ഹാസാണ്. ഇതൊരു 7 വർഷം പഴക്കമുള്ള പോട്ടിൽ നിന്ന പ്ലാന്റിനെ വീണ്ടും എടുത്ത് തറയിൽ വെച്ചാണ്. കുറച്ച് ബെൻഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്. ഇത് അവക്കാഡോയാണ്, പക്ഷേ ഇതുവരെ ഒരിക്കൽ ബ്ലൂം ചെയ്ത് പിന്നെ കായ്ച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ തറയിൽ വെച്ച് ഇപ്പോൾ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട്. ഈ മാംഗോയും ഒരു 6-7 ഇയേഴ്സായി. ഏത് വെറൈറ്റി എന്ന് അറിയത്തില്ല, പക്ഷേ ഇതുവരെ ബ്ലൂം ചെയ്തിട്ടില്ല. ഇത് ഗ്രീൻ ചാമ്പയാണ്, ബ്ലൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തറയിൽ വെച്ചിരിക്കുക. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇവിടെ കുരങ്ങന്മാർ ശല്യം കൂടുതലാണ്, കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. ഇത് ബഗ്വ വെറൈറ്റിയാണ്. ഇതൊരു പ്ലം പ്ലാന്റ് തറയിൽ വെച്ചിരിക്കുക. ഒന്ന് പോട്ട്, ഒന്ന് ഗ്രോ ബാഗിലുണ്ട്. എന്നിട്ട് ഗ്രോത്ത് വളരെ കുറവാണ്. ഇത് അലഹബാദ് സഫേദാണ്. ഇത് തറയിൽ വെച്ചിരിക്കുക. ഇവിടെ ഒരു മുരിങ്ങ, 2 മുരിങ്ങയുണ്ട്, നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇതെല്ലാം കായാണ്. ഇതൊരു പില്ലറിൽ മലേഷ്യൻ റെഡാണിത്. ഇടയിൽ ഗ്രേപ്സ് ഉണ്ട്, ഗ്രീൻ ഗ്രേപ്സ്. ഇത് ഡോർസെറ്റ് ആപ്പിൾ. ഇത് HRN 99 ആണ്. ഈ വർഷം ഒന്ന് ബ്ലൂം ചെയ്ത്, പക്ഷെ അത് ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ചെറിയ പൂക്കളുണ്ട്. ബാലാജി ലെമണാണിത്.
ഇതെല്ലാം കറി ലീവ്സിൻ്റെ പ്ലാന്റ്സ്. 4 പില്ലറുണ്ട്, 4ലും മലേഷ്യൻ റെഡാണ്. ഇത് മലേഷ്യൻ റെഡ്. ഇതൊരു 10 വർഷം പഴക്കമുള്ള ഗ്രേപ്സാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലാക്ക് ഗ്രേപ്സ്, ജ്യൂസിനുള്ള ഗ്രേപ്സാണ് ഇത്. വൈറ്റ് ഞാവൽ തറയിൽ വെച്ചിരിക്കുക, നിറച്ച് ബ്ലൂം ചെയ്തിട്ടുണ്ട്, നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇത് കേസർ മാംഗോ ഫ്രൂട്ടിങ് ആയിട്ടുണ്ട്, കുറേ കവറിലിട്ടിട്ടുണ്ട്. ഇതൊരു 10 വർഷം പഴക്കമുള്ള ഗ്യാല ആപ്പിളാണ്. ലാസ്റ്റ് 2 വർഷം മുമ്പ് ഒരിക്കൽ ബ്ലൂം ചെയ്തു, പിന്നെ ഫ്ലവർ ചെയ്തിട്ടില്ല. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒന്നുമല്ല, സീഡഡ് പ്ലാന്റാണിത്. ഞാൻ കഴിച്ച ആപ്പിളിൻ്റെ സീഡിട്ട് വളർത്തിയതാണ്. 2 പ്ലാന്റ് ഉണ്ട്, ഇതൊരു പ്ലാന്റ്. ഇതിന് ഗ്രോത്ത് ഇച്ചിരി കുറവാണ്, ഫ്ലവർ ചെയ്തിട്ടില്ല. ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് റെഡ് പ്ലം പ്ലാന്റാണ്. ഇതും ഫ്രൂട്ടിങ് ആയിട്ടില്ല. ഇത് ഞാൻ തറയിൽ നട്ടിരിക്കുക. അതിൻ്റെ അപ്പുറത്ത് HRN99 ആപ്പിളാണ്. ഒരു അവക്കാഡോയുടെ പ്ലാന്റ് ഒരു ഗ്രോ ബാഗിലുണ്ട്. ഇതെല്ലാം വൈറ്റ് ഞാവലിൻ്റെ ഫ്ലവറിങ്ങാണ്. കേസർ, അലഹബാദ് സഫേദ്, പോട്ടിൽ വെച്ചിരിക്കുക. ഇത് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട്. അത് ഒരു ജാക്ക് ഫ്രൂട്ട് കിട്ടി, ഒരു ജാക്ക് ഫ്രൂട്ട് കള്ളം കൊണ്ടുപോയി. ഇത് അടുത്ത സെക്ഷനാണ്. താഴെ 2 ഉണ്ട്, ഇവിടെയും വരുന്നുണ്ട് ജാക്ക് ഫ്രൂട്ട്. ഒരു ഗോൾഡൻ പപ്പായ, വലിയ ഗുണമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു 7-8 വർഷം പഴക്കമുള്ള ജാക്ക് ഫ്രൂട്ടാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല, പക്ഷേ ഈ വർഷം ആദ്യമായിട്ട് ബ്ലൂം ചെയ്ത് തുടങ്ങി. ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, പ്രാവശ്യം ഫ്ലവറിങ് വരുന്നുണ്ട്. ഒരു ജാക്ക് ഫ്രൂട്ട് ആയിട്ടുണ്ട്. കണ്ടിട്ട് ഞാൻ ലാൽ ബാഗിൽ നിന്ന് മേടിച്ചതാണ്. സിദ്ധു ആണെന്നാണ് തോന്നുന്നു, അറിയത്തില്ല. സിദ്ധു ആണ് കുറച്ച് ലേറ്റായിട്ട് കായ്ക്കുന്നത്. എന്തായാലും കായ്ച്ചു വരുമ്പോൾ അറിയാം ഏത് ജാക്ക് ഫ്രൂട്ടാണെന്നുള്ളത്. ഇപ്രാവശ്യം തൊട്ട് ബ്ലൂം ചെയ്ത് നന്നായിട്ട് കായ് വരുന്നുണ്ട്. ഇതിലെല്ലാം കായ് വരുന്നുണ്ട്. അൽഫോൺസോ ഒന്ന് തറയിൽ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കായ്ച്ചില്ല, കംപ്ലീറ്റ് ലീവ്സാണ് വന്നത്, ഫ്ലവർ ചെയ്തില്ല. ഇത് ബാംഗ്ലൂർ ഞാവലാണ്. ഇപ്രാവശ്യം ഇതിൽ പൂ വന്നിട്ടില്ല. ഇത് നമ്മുടെ തെരളിയപ്പം, അതിൻ്റെ ഇലയാണ്. തെരളിയപ്പത്തിൻ്റെ ഇലയ്ക്ക് വേണ്ടി വളർത്തുകയാണത്. ഇത് ബ്ലാക്ക് സുർനാം ചെറി, അതും തറയിൽ വെച്ചിരിക്കുക. ബിഗ് ബഗ്വ, ഇത് J33 ആണ്. ഇത് വെച്ചിട്ടൊരു 1.5 വർഷത്തോളമായി. ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട്, തറയിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതും അൽഫോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു പോയി. ഇതിന് മണ്ടത്തരം പറ്റി തന്നെ ചെടി നട്ടപ്പോഴത്തേക്കും. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം അൽഫോൺസ്. ഇത് അലഹബാദ് സഫേദാണ്. ഇതൊരു ഓറഞ്ച് പ്ലാന്റ്. ഇത് മാർക്കറ്റ് ലെമൺ, നല്ല വലുതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2-3 നാരങ്ങ കിട്ടിയത് നിന്ന്. വീണ്ടും ഫ്ലവർ ചെയ്തു, പക്ഷേ ഇപ്രാവശ്യം എല്ലാം പൊഴിഞ്ഞു പോയി.
ഇത് ദൽഹരി ചാമ്പയാണ്. ദൽഹരി ചാമ്പ തറയിൽ വെച്ചിരിക്കുക, ഫ്ലോറിലാണ് തറയിൽ വെച്ചിരിക്കുക. നാഗ്പൂർ ഓറഞ്ച്. ഇത് പൂന റെഡ്, സോറി ടർക്കിഷ് റെഡാണെന്ന് തോന്നുന്നത്. ഇത് നമ്മുടെ റെഡ് തൈലൻഡ് ചാമ്പ, ഉമ്മർ ചാമ്പ ഞാൻ തറയിൽ വെച്ചിരിക്കുക. ഇത് ബാംഗ്ലൂർ വെറൈറ്റിയാണ്. ഇത് സപ്പോർട്ട് നല്ല മധുരമാണ്, ചെറിയ കായാണ് പക്ഷേ നല്ല മധുരം, നിറച്ച് കായ്ക്കും. ഇത് തറയിൽ വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട്. ഗോൾഡൻ സീതാഫൽ നിറച്ച് ബ്ലൂം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. നിറച്ച് ഫ്ലവർ. ഇതെല്ലാം പൊട്ടാസ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്ത ശേഷം വന്നതാണ് ഇതെല്ലാം. ഉമ്മർ ചാമ്പ വെയിൽ കൂടിപ്പോയി കരിഞ്ഞു. ഞാൻ എന്നെ അവിടെ നിന്ന് പ്ലേസിൽ നിന്ന് മാറ്റി തണലത്ത് വെച്ചിരിക്കുക. വെള്ളം ഒന്നൊരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് ഇല കരിഞ്ഞു പോകുന്നുണ്ട്. സപ്പോർട്ട. ഞാനൊരു കേസറിൻ്റെ ഇതൊരു സീഡഡ് പ്ലാന്റാണ്. ഇതിപ്പോൾ 2-3 വർഷമായി. ഞാനതിനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നിർത്തിയിരിക്കുക. എന്തെങ്കിലും ഫ്ലവറിങ് വല്ലതും വരുമോ എന്നറിയത്തില്ല. ജസ്റ്റ് കുറച്ച് ദിവസം കൂടെ, കുറേ നാളുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ബാംഗ്ലൂർ ഞാവൽ, ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല. ഇതും ലോങ്ങനാണ്, സീഡഡ് ലോങ്ങനാണ്. ഇത് ചുമ്മാ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അങ്ങനെ ആ പോട്ടിൽ അങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചൈനീസ് ഓറഞ്ച്. ഇത് ആപ്രിക്കോട്ടാണ്. കംപ്ലീറ്റ് ഇലയും പൊരിഞ്ഞു പോയി, അതാ വീണ്ടും വരുന്നുണ്ട്. ഇതൊരു ജാക്ക് ഫ്രൂട്ട്. ലെമൺ, ആപ്പിളൊക്കെ ബ്ലൂം ചെയ്യുന്ന പൊഴിഞ്ഞു പോകുന്നുണ്ട്. റെഡ് ബെയർ. നിറച്ച് മുരുങ്ങിക്കയാണ്. ഇതിൽ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ സീതാഫലാണ്. ഒരു വാഴ. ഞങ്ങളുടെ ഗാർഡനർ രാഹുൽ. അങ്ങനെ സെറ്റപ്പ്. ഒരു സോളാർ ക്യാമറ വെച്ചിട്ടുണ്ട്.